إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും പ്രപഞ്ചനാഥനുമായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിക്കുവാനും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിന്തുടരാനും എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി അടുപ്പിച്ചിരിക്കുക. കുറെ സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് തിന്മകളെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഖുതുബയിൽ കേട്ടത്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയതുപോലെ അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലാ ജറമ അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു പറയുന്നുണ്ട്, നിസ്സംശയമാണ്, ഒരു സംശയവുമില്ല, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നവനാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അള്ളാഹു അഹംഭാവം നടിക്കുന്ന ഗർവ് നടിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, അൽ കിബ്റു ബത്റുൽ ഹഖ്, അഹങ്കാരം എന്നാൽ സത്യത്തെ നിരാകരിക്കലും വഅംതുന്നാസ്, ജനങ്ങളെ കൊച്ചായി കാണുകയും ചെയ്യുക എന്നതാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ഈ അഹങ്കാരവും ഗർവും വർദ്ധിക്കുന്ന ആളുകൾ പലപ്പോഴും ഒരുപാട് തിന്മകൾ ചെയ്തു പോകാറുണ്ട്. ആ അഹന്ത കാരണത്താൽ അയാള് പല കാലഘട്ടത്തിലും സാഹചര്യത്തിലും രക്ഷപ്പെട്ടു പോകാറുമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിറങ്ങാൻ കാരണമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ പടയങ്കി കാണാതെ പോയി. അപ്പൊ അൻസാരി ഗോത്രമായ ബനൂ ഗഫർകാരനായ ഉബൈരിക്കിന്റെ മകൻ ബഷീർ എന്ന ആളാണ്
ഈ പടയങ്കി മോഷ്ടിച്ചത്. അങ്ങനെ അതനുസരിച്ച് പടയങ്കിയുടെ ഉടമസ്ഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. എന്നിട്ട് ഇന്നാളുടെ മകൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഈ ഉബൈരിക്കിന്റെ കുടുംബം മീറ്റിംഗ് കൂടി. നമ്മൾ ആളുകൾക്കിടയിൽ നാറിപ്പോകും. നമ്മൾ പ്രസിദ്ധരായ ഒരു കുടുംബം, മഹിമയുള്ള ഒരു വിഭാഗമാണ്. ആയതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ഉറ്റാലോചിച്ച് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, യഥാർത്ഥ മോഷ്ടാവായ മനുഷ്യൻ പടയങ്കിയെടുത്ത് അന്ന് രാത്രി തന്നെ ഒരു യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ വാദ പ്രതിവാദങ്ങൾ നടന്നു. കേസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നടന്നു. എല്ലാ തെളിവുകളും യഹൂദനെതിരായി. കാരണം യഹൂദന്റെ വീട്ടിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. ആയതുകൊണ്ട് തന്നെ ബഷീർ എന്ന ആൾ നിരപരാധിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി പറഞ്ഞു. ആ സമയത്താണ് ഖുർആൻ വരുന്നത്, വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും. അള്ളാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത് നബിയെ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അഥീമ. മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് ആളുകളെ വഞ്ചിക്കുന്ന, അധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിയ ഒരായത്തായിരുന്നു അത്. ഇതിൽ ഒരുപാട് സംഗതികൾ നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും അറിയാനോ പറയാനോ കഴിയില്ല എന്നതും കൂടി അതോടൊപ്പം നമ്മൾ ഓർമ്മയിൽ വെക്കുക. ഇനിയോ ഖാറൂനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം. തീർച്ചയായും ഖാറൂൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ട് അവൻ അവരുടെ നേരെ അതിക്രമം കാണിച്ചു. فآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له وقومه لا تفرح إن الله لا يحب الفرحين. അങ്ങനെ തന്റെ ഖജനാവിന്റെ താക്കോലുകൾ ശക്തന്മാരായ ഒരു സംഘത്തിന് പോലും ഭാരമാകാൻ തക്കവണ്ണമുള്ള നിക്ഷേപം, അത്രയും സ്വത്തിന്റെ ആളായി ഖാറൂൻ. അവനോട് അവന്റെ ജനത ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താണ് പറഞ്ഞത്? അങ്ങനെ ഈ സ്വത്ത് കൂടിയപ്പോ ഖാറൂൻ എന്തു വന്നു? അഹങ്കാരം വന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ പുളകം കൊള്ളണ്ട. പുളകം കൊള്ളുന്നവരെ അള്ളാഹു തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് കിട്ടിയ ആത്മാഭിമാനമായ അനുഗ്രഹങ്ങളായ സ്വത്തായ സമ്പാദ്യമായ സാധനങ്ങൾ കയ്യിലായാൽ നിങ്ങൾ പുളകം കൊള്ളണ്ട കേട്ടോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാം. അങ്ങനെ പുളകമണിയുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ ബേജാറാവാൻ വേണ്ടിയത്. അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ വന്നാൽ നമ്മൾ ബേജാറാവുകയാണ് വേണ്ടത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ എന്ന് വരെ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. എന്നിട്ടോ അദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ ഭൗതികമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ചിന്തയായിരുന്നു അതിന്റെ പിന്നിൽ. അങ്ങനെ സമ്പത്തും ആഡംബര ശേഷിയും ഒക്കെ വർദ്ധിച്ചതോടുകൂടി അസൂയയും ധിക്കാരവും മൂത്ത് അങ്ങനെ ഈ ഖാറൂൻ എന്താണ്, ഈ കപടവിശ്വാസിയും ശത്രുവുമായി തീർന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രൂപത്തിൽ ജീവിച്ചു തുടങ്ങിയയാളാണ്. പക്ഷെ ഇതൊക്കെ വർദ്ധിച്ചു വന്ന സമയത്ത് അയാൾക്ക് എന്തുണ്ടായി? അഹങ്കാരം വർദ്ധിച്ചു. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ വേണ്ടി കുറെ ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും എന്തായിട്ടുണ്ട്? ധിക്കാരിയായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ധിക്കാരികളായ ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആലോചിക്കുക. ദുരഭിമാനം, പൊങ്ങച്ചം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് പരിശോധിച്ചാലേ മനസ്സിലാവും. കാരണം എന്താ? ചിലതതിങ്ങനെ ആ ഒരു ഗർവിൽ ജീവിച്ച് അതൊരു ദുരഭിമാനമല്ല എന്നാണ് പലപ്പോഴും അവർക്ക് തോന്നാറുള്ളത്. മറ്റുള്ള ആളുകളെ ചെറുതായി കാണുക, ജനങ്ങളെ കൊച്ചായിട്ട് കാണുക, അവരെയൊക്കെ നിസ്സാരവൽക്കരിക്കുക. സമൂഹം ചോദ്യം ചെയ്യില്ല എന്നെ. സമൂഹത്തിന്റെ മുകളിൽ ഇരിക്കാൻ മാത്രമുള്ള സമ്പാദ്യവും സമ്പന്നതയും പദവിയും അലങ്കാരവും ഉള്ളവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല, ഒരു ഉസ്താദ് പോലും ചോദിക്കില്ല എന്ന ആളുകൾ വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നു. പല ആളുകളും ഈ തിന്മ കണ്ടാൽ മിണ്ടാതെ അവിടെ പോയി ഫുഡ് കഴിച്ചു വരുന്നു. അത് പാടില്ല കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദുരഭിമാനവും പൊങ്ങച്ചവും തീർച്ചയായിട്ടും നമുക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാക്കുക എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. വലാ തുസഅിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹ.
ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും അരുത്. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ എത്ര സ്ഥലത്താ പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായ ആരെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനിയും പൊങ്ങച്ചക്കാരനുമായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 36-ാമത്തെ വചനം, 31-ാം അധ്യായം 18-ാമത്തെ വചനം, 57-ാം അധ്യായം 23-ാമത്തെ വചനം, ഒരുപാട് വചനങ്ങളിലൂടെ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. മുഖ്താൽ എന്ന് പറഞ്ഞാൽ സ്വയം വലിയവനായി കരുതുന്ന ആൾ. ഞാൻ ഭയങ്കരാണെന്ന് തോന്നിയാൽ അയാൾ മുഖ്താലായി. അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമാണ് അയാൾ. ഫഖൂർ എന്നാൽ തന്റെ കേമത്തം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നവർ. ഒരാൾ ചിലപ്പോൾ വലുതാകും, സാമ്പത്തിക ഭദ്രത കൊണ്ടും സൗഭാഗ്യങ്ങൾ കൊണ്ടൊക്കെ അയാൾ വലുതാകും. പക്ഷെ അവർ സൗമ്യരായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ചിലരെന്ത് ചെയ്യും? തന്റെ കേമത്തം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതെല്ലാവരും ഒന്ന് കാണട്ടെ. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി തന്നെ ആളുകൾ കാണുന്നതല്ല, കാണിപ്പിക്കുന്നതാണ് ഇവിടെ വിഷയം. അങ്ങനെ ചെയ്യുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇയാദ് ബിൻ ഹിമാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളോട് അതിക്രമം പ്രവർത്തിക്കാതെയും ഒരാളോട് പെരുമ നടിക്കാതെയും ഇരിക്കത്തക്ക വണ്ണം നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കാൻ. ഒരു പെരുമയും നമുക്കുണ്ട് എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്ക് തോന്നാൻ പാടില്ല. ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയോ പ്രധാനമായും പ്രിയപ്പെട്ടവരോട് എല്ലാവരും ശ്രദ്ധിക്കുക. സ്ത്രീകളും പുരുഷന്മാരും മുകളിലുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായി എല്ലാ തെറ്റുകളുടെയും പിന്നിലുള്ള 3 തിന്മകൾ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അത് വിവരിക്കുന്നു. ഏതൊരു തെറ്റിന്റെ പിന്നിലും ഈ 3 കാര്യമായിരിക്കും കാരണം. ഒന്ന് കിബ്റാൻ, രണ്ടാമത്തേത് ഹിർസാണ്, ആർത്തി, മൂന്നാമത്തേത് ഹസദാണ്, അസൂയ. ഒന്ന് അഹങ്കാരം, ഒന്ന് ആർത്തി, ഒന്ന് അസൂയ. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ തെറ്റിന്റെയും എല്ലാ തിന്മയുടെയും പിന്നിൽ ഈ 3 തിന്മയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുവാനും അടിമയായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാനും ഇബ്ലീസിന് തടസ്സമായത് ഈ കിബറായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ സാധിക്കും, അല്ലേ? അന്ന് ആദം നബി ആദരിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന് താഴ്ന്നു കൊടുക്കാനോ എന്ന് ചോദിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു എന്താ പറഞ്ഞത്? അബാ വസ്തക്ബർ. അവൻ അഹങ്കരിച്ചു, അവൻ അഹങ്കാരിയാണ് പിശാച് എന്ന് അള്ളാഹു അവിടെ പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? സത്യം സ്വീകരിക്കാതിരിക്കൽ, സത്യമേതാണ്, ഹക്ക് ഏതാണ്, ന്യായമേതാണ്, നീതി ഏതാണ് എന്ന് ബോധ്യമായിട്ടും അത് സ്വീകരിക്കാതിരിക്കൽ, അള്ളാഹുവിനെയും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിക്കൽ, ജനങ്ങളെ നിസ്സാരമാക്കൽ, ശിക്ഷകളെ ഗൗനിക്കാതിരിക്കൽ, അതേപോലെ തന്നെ നിന്ദ്യതയെ പേടിക്കാതിരിക്കൽ. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, പല ആളുകളും പല തിന്മയും ചെയ്യുന്നു. പണ്ട് അരയിലാക്കി കൊണ്ടുപോയ കുപ്പി ഇപ്പൊ താറാവിനൊക്കെ പിടിക്കുന്ന പോലെ കഴുത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകണം നാട്ടുകൂടി. ആര്? മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളുകൾ. ഉളുപ്പ് പോവാണ്. ജനങ്ങൾക്ക് മുന്നിലുള്ള നിന്ദ്യത അയാൾ ഭയപ്പെടുന്നില്ല. ചില ആളുകൾ ഒരേ പാപം ഒരേ തിന്മയിൽ പിടിക്കപ്പെടുന്നു, പത്രത്തിൽ വരുന്നു. ഇയാൾ മുമ്പ് ഇന്ന തെറ്റിന് ശിക്ഷ അനുഭവിച്ചു വന്ന ആളാണ് ടിയാൻ എന്ന് നമ്മൾ പത്രദ്വാര വായിക്കുമ്പോൾ ഒരു മുസ്ലിം ചിന്തിക്കെന്താ, എന്ത് മനുഷ്യനാണ് ഇയാൾ? ഒരിക്കലും പത്രത്തിൽ വന്നു, ശിക്ഷിക്കപ്പെട്ടു, നിന്ദ്യനായി, വീണ്ടും അയാൾ അത് ചെയ്യുന്നു. അങ്ങനെ ആളുകൾക്ക് മുന്നിൽ നിന്ദ്യനാകുന്നത് പേടിക്കാതിരിക്കുക. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ കിബറിന്റെ അടയാളങ്ങളാണ്. അള്ളാഹനെ ധിക്കരിക്കുക, റസൂലിനെ ധിക്കരിക്കുക. ഇത് പാടില്ലാത്തതെന്ന് അയാൾക്കറിയാം. പക്ഷെ കല്യാണല്ലേ, ശനിയാഴ്ചല്ലേ, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അത് കിബറിന്റെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. രണ്ടാമത്, ഏതൊരു തിന്മക്ക് പിന്നിലും ഉള്ള ഒന്നാണ് അത്യാർത്തി. ആദമിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കരുതേ എന്ന് പറഞ്ഞു, അല്ലേ? അടുക്കരുതേ എന്ന് പറഞ്ഞു. വലാ തഖറബ ഹാദിഹി ശജറ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നീയും ഇണയും സ്വർഗത്തിൽ താമസിക്കുക. എന്തെല്ലാം പ്രയോഗ! ഹൈസു ശിഅ്തുമാ, നിങ്ങൾ അവിടെ സ്ഥിരവാസിയായിക്കൊള്ളുക. വകുലൂ മിൻ ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത്ര അവിടെ നിന്നോളി, ഉദ്ദേശിച്ചത്ര അവിടെ ഭക്ഷിച്ചോളൂ. ഹൈസു ശിഅ്തും റഗദാ, ധന്യമായ ജീവിതം അവിടെ നയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു നിർത്തിയതാണ്. ആ സമയത്ത് പിശാച് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തത് അൻഹാദിഹി ശജറ ഫതകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ. ആ ഷജറയിൽ നിന്ന്, ആ വൃക്ഷത്തിൽ നിന്ന് അത് കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔ തകൂന മലക്കൈൻ, നിങ്ങൾക്ക് മലക്കുകളാകാൻ പറ്റും. ഔ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾക്ക് ഇവിടെ നിത്യവാസികളാകാനും കഴിയും എന്ന് പറഞ്ഞപ്പം ആർത്തിമൂത്ത് എന്തുണ്ടായി? ആ മരത്തിലെ കൈക്കനികൾ കഴിക്കേണ്ട അവസ്ഥ വന്നു. അതെന്താ ഉണ്ടായത്? ഫവസ്വസ ലഹുമ ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ ഉരിയ അൻഹുമാ മിൻ സൗആതിഹിമാ. സൂറത്ത് ആറാഫിൽ കാണാം, പിശാച് അവർക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെന്താണ്, ആ ആർത്തി അവരെ ആ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആ ആർത്തി കാരണത്താൽ അവരത് തിന്നേണ്ടി വന്നു. നമ്മളുടെ കഥ എന്താണ്? ഈ ആർത്തിയാണ് പലപ്പോഴും സാമ്പത്തികമായ ക്രമക്കേടിന് കാരണം. സമ്പത്തിനോടുള്ള ആർത്തിയാണ്, അല്ലേ? അന്യായമായി സമ്പാദിക്കാൻ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? സമ്പാദിക്കണമെന്നുള്ള ആർത്തിയാണ്. സമ്പത്തില്ലാത്തത് കൊണ്ടുള്ള ആവശ്യമല്ല അവിടെ നടക്കുന്നത്. ഇനിയും സമ്പാദിക്കണം എന്നുള്ള ആർത്തിയാണ് പലപ്പോഴും അന്യായമായി പലപ്പോഴും പലർക്കും ചെയ്തു പോകാൻ, ഇങ്ങനെയുള്ള ചെയ്തു പോകാനുള്ള കാരണം. കൈക്കൂലിയും പലിശയും സ്ത്രീധനവും എല്ലാം, അല്ലേ? നല്ല പണക്കാരന്റെ മോളെ നോക്കി കെട്ടുന്നത് പോലും അള്ളാഹുവാണ് സത്യം. എന്താ? സമ്പത്തിനുള്ള ആർത്തിയാണ്. ഒരാൾക്കൊരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, ദീനിയായ കുടുംബത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു, അവർക്ക് സമ്പന്നതയുണ്ട്, ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് അയാൾ ആദ്യം വിലയിരുത്തുന്നത് സമ്പന്നതയുള്ള ഒരു കുടുംബത്തിലായിരിക്കണം എന്നതാണെങ്കിലോ അത് ഓരോരുത്തരുടെ മനസ്സാക്ഷിക്കറിയാതെ ഏത് പൾസിലാ വരിക. കുഫുവൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡോക്ടർ കെട്ടിക്കോട്ടെ, ഒരു ഡോക്ടർ നഴ്സിനെ നോയിക്കോട്ടെ, ഒരു ഹൈ ലെവലിൽ ജീവിക്കുന്ന ഒരാൾ ഹൈ ലെവലിലുള്ള ഒരു ഫാമിലിയെ നോയിക്കോട്ടെ, അതൊക്കെ കുഫുവാണ്. ഇല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ രണ്ട് കുടുംബത്തിലുണ്ടാകും. എന്നാൽ ഒരു മനുഷ്യൻ ശരിക്കാലോചിച്ചോളൂ, അവന്റെ മനസ്സാക്ഷിയിൽ സമ്പത്തുള്ള പ്രോപ്പർട്ടിയുള്ള ഒരാളെ കെട്ടിയാൽ ഞാൻ സമ്പന്നനാകും എന്ന് വിചാരിച്ചാലോ അയാളുടെ നിയ്യത്ത് മാറി. ആലോചിക്കാൻ നമ്മളെല്ലാരും. അതുകൊണ്ടാണ് പണം പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീരെ തെറ്റ് ചെയ്യാതെ ബിസിനസ് തുടങ്ങിയ ആളുകൾ എന്ത് ചെയ്യും? പണം പെരുപ്പിക്കാനുള്ള പദ്ധതി ആരെങ്കിലും ആവിഷ്കരിക്കുമ്പോൾ അതിൽ പോയി ചാടും. എന്തുകൊണ്ടാ? ആർത്തിയാണ്. ഈ ആർത്തിയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലതരം തിന്മകൾക്കും നമുക്ക് പിന്നിലുള്ള പെട്രോൾ. ഈ ആർത്തിയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തത് ഹസദാണ്, അസൂയ. അതും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? കാബീലും ഹാബീലും തമ്മിൽ എന്തുണ്ടായി? രണ്ടാളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളും ബലി നൽകി. അതിൽ കാബീലിന്റേത് അല്ലാഹു സ്വീകരിച്ചില്ല, ഹാബീലിന്റേത് സ്വീകരിക്കപ്പെട്ടു. അനുഗ്രഹങ്ങൾ ഹാബീലിന് വന്നപ്പോൾ കാബീലിന് അസൂയ ഉണ്ടായി. നിന്നെ ഞാൻ കൊല്ലുന്നു പറഞ്ഞു, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ കൊല്ലില്ല എന്ന് സഹോദരൻ തിരിച്ചു പറഞ്ഞു. പക്ഷെ എന്തുണ്ടായി? ആ അസൂയ മൂത്ത് ഭ്രാന്താകുക എന്ന് പറയില്ലേ, ആ പ്രതികാര വാഞ്ചയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇവിടെ ആലോചിക്കേണ്ടത് അവിടെയാണ്. എന്ന് പറഞ്ഞപ്പോ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം മറ്റേ എന്ത് പറഞ്ഞു? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. അവര് ഒരാൾ കൊല്ലാൻ എന്തായില്ല, നിന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ അവർ കൊല ചെയ്യപ്പെട്ടു. ലോകം കണ്ട എല്ലാ തെറ്റുകളും പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ദുസ്വഭാവത്തിൽ നിന്ന് പിറവിയെടുക്കുന്നതാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഹിബറും ഹിർസും അതേപോലെ തന്നെ ഹസദും, ഈ മൂന്നും നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് ഏറ്റവും നല്ലൊരു അനുഗ്രഹമോ സൗഭാഗ്യമോ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കത് നഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ അയാൾക്കത് കിട്ടിയതിനോടുള്ള ഒരു വിരക്തി, അല്ലെങ്കിൽ അയാൾക്കത് കിട്ടിയത് അയാൾക്ക് പിന്നെ ഇല്ലാതായാൽ നഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു സമാധാനം. മനസ്സിലായില്ലേ? ഇതാണ് അസൂയ. അതാണ് അസൂയ. കാറ് വാങ്ങിയാൽ ഓനോടൊരു അസൂയ വരും. പിന്നെ കാറ് ഇടിച്ചു എന്ന് കേട്ടാലോ നമുക്കൊരു സമാധാനം, അത് നന്നായിക്കുന്നറിയും. അതാണ് അസൂയ. ഒരാൾക്ക് കിട്ടിയതിൽ നമുക്ക് എന്തുണ്ടായ ഒരു ഇടങ്ങേറുണ്ടാകുക. ഇനി അയാൾക്ക് ആ കിട്ടിയത്, ഒരു കുട്ടിക്ക് ഫസ്റ്റ് കിട്ടി, ആ കുട്ടിനോട് സ്നേഹമല്ല ബാക്കിയുള്ള ഉമ്മമാർക്ക് ഉണ്ടാകുക, ആ കുട്ടിനോട് ഒരു ദേഷ്യ. എന്തിനു ദേഷ്യം? ഓന്റെ ആ സ്ത്രീയുടെ മോക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത സബ് ജില്ലയിൽ എത്തിയോക്ക് സെക്കൻഡ് കിട്ടിയാലോ ആ ഉമ്മക്ക് സമാധാനമായി, നന്നായിക്ക് ഒളിന്റെ മോളെ തോപ്പിച്ചു പോയാളാ. മനസ്സിലായില്ലേ? ഒരാൾക്ക് കിട്ടിയാലുള്ള പ്രയാസവും അയാൾക്ക് കിട്ടിയത് നശിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനവും. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഏതൊരു ഗണത്തിലേക്ക് നമ്മൾ ഇതിനാലോചിച്ചത്, കല്യാണപ്പുരയിൽ ഒരു നല്ല ചുരിദാറിട്ട് വന്നൊരു സ്ത്രീയെ കണ്ടാൽ മറ്റേ സ്ത്രീക്ക് കിട്ടുന്ന ഒരു ഇടങ്ങേറുണ്ട്. അത് തന്നെയാണ് അസൂയ.
അത് തന്നെയാണ് അസൂയ. നമ്മളൊരു നല്ല 2 നില വീട് വെച്ചു, മനോഹരമായി വീട്ടുകൂടലൊക്കെ നടന്നു. ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ അതിമനോഹരമായ ഒരു വീട് വന്നു. നല്ല കളർ സെൻസ് ഉള്ള ഒരു ഭാര്യയായിരുന്നു അയാൾക്ക്. അവൾ നല്ലൊരു കളർ സെലക്ട് ചെയ്തു. വീട്ടിൽ പെയിന്റിംഗ് കൊണ്ട് നടന്നപ്പോ ഇപ്പുറത്തുള്ള പുതിയ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇവക്ക് പരാന്തളകണം അപ്പുറത്ത് നോക്കിയിട്ട്. അതാണ് അസൂയ. മനസ്സിലായില്ലേ? ഇനിയോ ഒരേ കുടലിൽ അന്ന് പോയപ്പോ അവിടെ ഒരു ക്രാക്ക് കാണുന്നു നടുച്ചമരി, ഒക്കെ ഒരു സമാധാനം, നന്നായിക്ക്. അതാണ് അസൂയ. ഈ അസൂയ പ്രിയപ്പെട്ടവരെ നമ്മളെ നശിപ്പിക്കും, ഒരു സംശയവും വേണ്ട. നേരെ മറിച്ച് ആർക്കെന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, സ്വന്തത്തിനുണ്ടായാൽ മാഷാ അല്ലാഹും അൽഹംദുലില്ലയും, മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ തബാറക്കല്ലാഹ് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനിയും എന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് കേട്ട ആകാശത്തിന്റെ അധിപനായ റബ്ബ്, മലിക്കുൽ ജബ്ബാറായ ദീദീദിബന പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ചതമ്പുരാൻ ഈ മനുഷ്യനെയും അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ എന്താ, എല്ലാവരുടെയും നാശത്തിനാണ്. ആളുകൾക്ക് എന്താ, കുറെ മക്കളെ ഒരു കുട്ടി പ്രസവിക്കുന്നു എന്ന് വിചാരിച്ചു, ഓളോട് പോലും ആളുകൾക്ക് എന്താണ് ചിലപ്പോൾ പ്രയാസമായിരിക്കും. ചില ആളുകൾ ഏത് കച്ചവടം ചെയ്താലും ക്ലിക്കാവും. ഇവൻ എങ്ങനെ കച്ചവടം ചെയ്താലും ഒരുത്തും ചിലപ്പോൾ നന്നാവില്ല. ഓനിക്ക് കച്ചവടം അല്ല പറഞ്ഞിട്ടുണ്ടാവില്ല. ഓൻ എവിടെങ്കിലും ജോലിക്ക് തൊഴിലിന് പോകാനായിരിക്കും നന്നാവും. അവന്റെ സേവനമായിരിക്കും ചിലപ്പോൾ അവന്റെ റിസ്കിന് വേണ്ടി വരിക. കച്ചവടം നിർത്തിയിട്ട് വേറെ ആളെ കൂടെ പോവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു തിന്മയുടെ കാര്യത്തിലും നമ്മൾ അത് ആലോചിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയോ എന്റെ ഈ ഹുത്തുബ കേട്ടാൽ തന്നെ നമുക്ക് ചില ആളുകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും, ഇത് മറ്റാക്ക് തട്ടിയിട്ടുണ്ടാവും, ഇത് ഇയാൾക്ക് കിട്ടണം, മറ്റോള് കേട്ടത് നന്നായിക്ക് എന്നൊക്കെ തോന്നി ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതിന്റെയൊക്കെ മുകളിലൂടെ ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ട ഒന്നാണ്, ഏതൊരു വിഷയത്തിലും ഒരാളെയും വാസ്തവം അറിയാതെ നമ്മൾ വിലയിരുത്താനേ പാടില്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോ എല്ലാ പള്ളിയിൽ നിന്ന് കലക്ഷൻ നടത്തുമ്പോൾ പള്ളിയിലെ ബക്കറ്റിൽ ഇടാണ്ട് പോയ ഒരാള് നമ്മൾ വിചാരിക്കും ഇയാൾ എന്ത് പിഷ്കനാണ്. അയാൾ ചിലപ്പം പ്രിയപ്പെട്ട സഹോദര, നീയിട്ട 50-നേക്കാളും 50,000 രൂപ ആ വീട്ടിലെത്തിച്ച മനുഷ്യനായിരിക്കും. മനസ്സിലായില്ലേ? പ്രളയത്തിന്റെ ഫണ്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് ചില ആളുകൾ ഇട്ടൂല, ചില പൈസക്കാർ ഇടാണ്ട് പോയിട്ടുണ്ടാവും. അവര് നേരിട്ട് പോയിട്ട് അവരെ പ്രോപ്പർട്ടി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നേരിട്ട് വിലയിരുത്താൻ പാടില്ല. ഞാൻ ആത്മാഭിമാനത്തോടു കൂടി ഒരു ഉദാഹരണം പറയുകയാണ്. ഞാനൊരു സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. അവിടെ മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ അവിടെ പഠിച്ച കാലത്ത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ, ചില ടീച്ചർമാരെ നമ്മൾ ശ്രദ്ധിക്കുക, ചില ടീച്ചർമാർ നമുക്ക് അട്രാക്ഷൻ ആയിരിക്കും. ഹെൽപ്പ് കൊണ്ടും ചിലപ്പോൾ ഭംഗി കൊണ്ടും ചിലപ്പോൾ ഇടപെടൽ കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ നമുക്ക് അട്രാക്ഷൻ ആയിരിക്കും. ചില സ്ത്രീകളെ അല്ലെങ്കിൽ ചില ടീച്ചർമാരെ, ചില അധ്യാപകരെ നമ്മൾ മൈൻഡ് ചെയ്യൂല. ഒരു സാധുവായിട്ട് ചില ആളുകൾ ജോലി ചെയ്തു പോകും. ആ ടീച്ചർ പോയ കഥ ഈ അടുത്ത കഴിഞ്ഞ മീറ്റിംഗിൽ പറയാണ്. എന്താണെന്നറിയോ, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു ടീച്ചർ ഭയങ്കര സംഭവമായിരുന്നു അത്രേ. ആ പല രക്ഷിതാക്കളും ആ ടീച്ചർ പോയി എന്നറിഞ്ഞിട്ട് ഓഫീസിൽ വന്നിട്ട് കരയുമത്രേ. ഞങ്ങളുടെ മകൻ ഓപ്പറേഷൻ ഉണ്ടായ സമയത്ത് സാലറി കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് സാലറിയുടെ വലിയ തുക ഞങ്ങൾക്ക് കൊണ്ടുപോയി തന്നിരുന്നു. പല രക്ഷിതാക്കളും പറയാത്രേ, സാലറിയിലെ മിക്ക പൈസയും ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് ആ അധ്യാപിക നൽകിയിരുന്നു എന്ന് പറയുമ്പോഴാണ് ആ നിശബ്ദയായി ക്യാമ്പസിലേക്ക് വന്ന് പഠിപ്പിച്ച് ആരോടും ഒന്നിനും നിൽക്കാതെ പോയ ആ അധ്യാപികയിലായിരുന്നു ഏറ്റവും നല്ല മനുഷ്യ സ്ത്രീ ജീവിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും അധ്യാപിക നമ്മളിൽ നിന്ന് നീങ്ങണം. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് മഹാനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച അലി ഇബ്നു അലിയാർ തങ്ങളുടെ മകൻ ഹുസൈൻ, ആ ഹുസൈന്റെ മകൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരിച്ച സമയത്ത് ഈ ജനാസ കുളിപ്പിച്ച സഹാബാക്കൾ ചില കാര്യങ്ങൾ കണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം, ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പം ചില തായ്വരകളിൽ നിന്ന് കുറച്ച് കുടുംബക്കാർ വരാൻ തുടങ്ങി താഴോട്ട്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സഹാബാക്കളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണവും വിറകുകളും എപ്പോഴും രാവിലെ ഞങ്ങൾ വാതിൽ തുറക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല. ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് വിറകില്ല കത്തിക്കാൻ. പക്ഷേ ഇപ്പോ മുമ്പ് സാധാരണഗതിയിൽ ഞങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഉണ്ടാവും, കിറ്റുണ്ടാവും, ആരാണെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സഹാബാക്കൾ പറയുന്നത്, ഞങ്ങൾ ജനാസ കുളിപ്പിച്ച സമയത്ത് അലി ഇബ്നു ഹുസൈന്റെ ശരീരങ്ങളിൽ തയമ്പ് കണ്ടിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പണിയും എടുക്കാതെ, വലിയ അധ്വാനിയായി നമുക്ക് തോന്നാതെ പള്ളിയുടെ മൂലയിലിരുന്ന് പ്രാർത്ഥിച്ച് അത് കാറുകൾ ചൊല്ലി എഴുന്നേറ്റ് പോകുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ എവിടുന്നാണ് ഈ തഴമ്പ് വന്നത് എന്ന് ഞങ്ങളൊന്ന് ആലോചിച്ചു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അലി ഇബ്നു ഹുസൈൻ അദ്ദേഹം മരിച്ചതിന് ശേഷം ആ വീടകങ്ങളിലേക്ക് ആഹാരങ്ങളുടെ പൊതികളും വിറകിന്റെ കെട്ടും എത്താത്ത അവസ്ഥ ഉണ്ടായി.
ചിലപ്പോ എന്താ ഈ പള്ളിയിൽ ഇയാൾ ഇരിക്കും, ഇയാൾ ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാവില്ല ആളുകൾ. അതുകൊണ്ട് ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, സ്വയം വിലയിരുത്താനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ മോശമാക്കാനോ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബ്ദുള്ള എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. കഴുത എന്നായിരുന്നു എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഇനിയിപ്പോ നമ്മളെ കൂട്ടത്തിലുള്ളവരെ കൈതാന്ന് വിളിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് വിളിച്ചിക്കല്ലോ എന്ന് പറയരുത് നിങ്ങൾ. കഴുത എന്നായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ എന്താണ് ഇയാളുടെ കാര്യം? അദ്ദേഹം ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇടക്കിടക്ക് വരും. എന്നിട്ട് തമാശ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ ചിരിപ്പിച്ച ആളായിരുന്നു. നമുക്കുണ്ടല്ലോ അങ്ങനെ അല്ലേ, കള്ളുടിയന്മാരായ ചിലരുടെ വർത്താനം കേൾക്കുമ്പോൾ നമ്മളോട് ചിരിച്ചു പോകാറുണ്ട്. അങ്ങനെ ആട്ടിപ്പറഞ്ഞേക്കും സഹാബാക്കൾ. ഒരിക്കൽ നല്ല ചില സമയത്ത് ശിക്ഷകൾ കൊടുത്തിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തെ ആട്ടിപ്പറഞ്ഞ് ദൂരോട്ടാക്കിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇവരെ ശാപവർത്താനത്തോട് കൂടിയിട്ടാണ് ആട്ടിപ്പറഞ്ഞയച്ചത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ശപിക്കരുത്, അള്ളാഹുവാണ് സത്യം, ഇദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ പറയാണ്, അള്ളാഹുവിനെയും റസൂലിനെയും അയാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞു. ഏതൊരു ചെറിയ തെറ്റും കാണുമ്പോൾ അയാളൊക്കെ അങ്ങനെ സൈഡാക്കിയാൽ ആരും ഉണ്ടാവില്ല പിന്നെ നമ്മളെ കൂടെ അല്ലേ. ഏതൊരാളെയും ചേർത്ത് പിടിക്കുമ്പോൾ അയാൾക്ക് തിന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുകയും ഏറ്റവും നല്ലൊരു കൂട്ടായ്മയിലേക്ക് അയാൾ കയറി വരുമ്പോൾ ആ തെറ്റിൽ നിന്ന് അകലാൻ അയാൾക്ക് പ്രേരണ ഉണ്ടാവുകയും ചെയ്യുമെന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അള്ളാഹിന് മാത്രമേ അറിയൂ. ഓരോരുത്തരുടെ ഈമാൻ നമുക്കറിയൂല പ്രിയപ്പെട്ടവരെ. ആരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതിന്റെ ഗ്രാഫുകൾ ഏതൊരു സ്ക്രീനിലും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വിലയിരുത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെല്ലാരും വേശ്യകളാണെന്ന് നമ്മൾ പറയരുത്, മോശക്കാരാണെന്ന് നമ്മൾ പറയരുത്. അതേപോലെ തന്നെ സംഗീതം കേൾക്കുന്നവരെല്ലാം ഖുർആനിനെ ഓതാത്തവരാണെന്ന് നമ്മൾ പറയരുത്. അങ്ങനെ ഏതൊരു വിഷയം, ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ്, ഏതൊരു വിഷയവും മതപഠന സദസ്സുകളിൽ പങ്കെടുക്കാത്ത ആളുകൾ അറിവ് ആഗ്രഹിക്കാത്തവരല്ല, അല്ലെങ്കിൽ അറിവ് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയരുത്. ഇതിന്റെയൊക്കെയും അർത്ഥം മുകളിലെ ഈ ശബ്ദങ്ങളും വർത്താനം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കുകയാണെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നോ നമ്മൾ വിചാരിക്കരുത്. കാരണം എന്താ, നമ്മൾ വിചാരിക്കുന്ന കാണുന്ന ദുർബലമായ തിന്മയിൽ ഒരാളെ വിലയിരുത്തിയാൽ പ്രിയപ്പെട്ട സഹോദര, ഏറ്റവും വലിയ 5 നേരത്തെ കൃത്യമായ നമസ്കാരത്തിൽ നിന്നെ തോൽപ്പിച്ചവനായിരിക്കും അവൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരാളെയും അയാളുടെ ഏതെങ്കിലും ഒരു ചെയ്തിയിൽ വിലയിരുത്തുന്നത് ശരിയേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ തിരിച്ചെന്തു വേണം? ഏതൊരു മനുഷ്യനും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനല്ലാതെയുള്ള അമലുകളിൽ മത്സരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഏതൊരു നന്മകളിലും ഏതൊരാളെയും മുൻകടക്കാൻ അയാൾ എന്തായിരിക്കണം? അയാൾ ആക്റ്റീവായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബാക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത്, എന്റെ സമുദായത്തിൽ 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞു, പൗർണമി രാവിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും. ഇത് കേട്ടപ്പോ തന്നെ ആവേശം കൊണ്ട് ഉക്കാശ എന്ന സഹാബി എഴുന്നേറ്റ് നിന്നു. ഉക്കാശ ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അക്കൂട്ടത്തിൽ ഉക്കാശയെ നീ ഉൾപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോ അത് കേട്ട സമയത്ത് അൻസാറുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നെയും കൂടി ആ കൂട്ടത്തിൽ ഒന്ന് പറയുമെന്ന് വെച്ചു. അപ്പൊ റസൂൽ പറയാണ്, ഉക്കാശ ആ കാര്യത്തിൽ നിങ്ങൾ മുൻകടന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? ഏതൊരു സ്ഥലത്തും സെലക്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യത്തവനാകുക എന്നതാണ് പ്രധാനം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോഴും ഖുതുബക്ക് വരുമ്പോഴും സദഖ നൽകുമ്പോഴും ആളുകൾക്ക് ഭക്ഷണം നൽകുകയും അപ്പുറത്തെ വീട്ടുകാരൻ പലപ്പോഴായി സൽക്കാരം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും എന്നല്ല, അവൻ കഴിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നാട്ടുകാർക്ക് ഒരു സൽക്കാരം കൊടുക്കണം, പാവപ്പെട്ട ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം. പലരും കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കൊടുക്കാം എന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. എല്ലാവരും അല്ലെ, പലപ്പോഴും റെസീറ്റും കൊണ്ട് നമ്മൾ വീടുകളിൽ പോയാൽ റെസീറ്റ് ബുക്കിംഗ് വാങ്ങും. നമ്മൾ വിചാരിക്കും ഫുൾ പേജിൽ എഴുതാനാണ്. എന്നിട്ട് ഇങ്ങനെ മറച്ചു വെക്കും, അബൂബക്കർ എത്ര തന്നത്, ആലി എത്ര തന്നത് അല്ലേ. എന്നിട്ട് അതൊക്കെ ഒരു 50 ആണെങ്കിൽ 55 അല്ലെങ്കിൽ 60. അതിന് സാധാരണ കളക്ഷന് പോകുന്ന ആൾ എന്താ ചെയ്യാ, ആദ്യം തന്നെ 50,000 25,000 ഒക്കെ അങ്ങ് എഴുതി വെക്കും.
എന്നാലെങ്കിലും ഇയാൾ 25,000 തരും വിചാരിച്ചിട്ട് എന്നാ തരുവോ? എന്നാലും തരില്ല. പ്രിയപ്പെട്ടവരെ, ആളുകൾ എന്താക്കുന്നു എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആളാകുന്ന ഒരവസ്ഥ. വാർഷിക റിപ്പോർട്ടിൽ സംഭാവന ചെയ്ത ആളുകളുടെ പേര് വരുമ്പോൾ ആ പുസ്തകം കിട്ടി നമ്മൾ എന്താ ചെയ്യാ? സെൽഫി എടുത്ത ഫോട്ടോയിലെ ആദ്യം നമ്മളെ സൂം ചെയ്ത് നോക്കുക. അതുപോലെ ഈ കണക്ക് പുസ്തകം എടുത്തിട്ട് ഇന്റത് വന്നിട്ടുണ്ടോ എന്നാ നോക്കുക. അല്ലേ? പള്ളിക്ക് ആദായം ഉണ്ടോ, നല്ല കളക്ഷൻ ആയിട്ടുണ്ടോ, വിജയിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കൊടുത്തതാണോ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. വന്നിട്ടില്ലെങ്കിലോ ഒരു വലയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. പരപ്രേരണകൾ നന്മ ചെയ്യാൻ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന നന്മകൾ വെറും പരപ്രേരണയിൽ മാത്രമല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ പ്രതിഫലം നമ്മൾ കാക്ഷിക്കുക എന്നത് അതിൽ പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് ഏതൊരു കാര്യത്തിലും നമ്മളുടെ ആളെ കൂടെ കൂട്ടാൻ. ആരാണ് നമ്മുടെ ആൾ? നമ്മുടെ പ്രിയപ്പെട്ട ഇണ. ഏതൊരു നന്മയിലും അവളെയും ചേർത്ത് പിടിക്കാൻ, അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്കറിയോ, ഞാനിത് വായിച്ചിട്ടാകെ തരിച്ചു നിന്നുപോയൊരു സംഭവമാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിട്ടൊരു പേർഷ്യൻ അയൽക്കാരനുണ്ടായിരുന്നു. ഒരു നല്ല വ്യക്തിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കാൻ വന്നു അദ്ദേഹം ഒരിക്കൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, ഞാൻ എന്റെ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടട്ടെ, ഞാൻ എന്റെ ആയിഷയെ കൂട്ടട്ടെ എന്ന് ചോദിച്ചു. അത് വേണ്ട റസൂലേ, അത് വേണ്ട മുഹമ്മദ്, നിങ്ങൾ വരില്ല. അപ്പൊ റസൂൽ പറഞ്ഞു, ഞാനില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. വീണ്ടും വന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ നിങ്ങൾ പോയിന്ന് രണ്ടാമത് ക്ഷണിക്കാൻ വന്നപ്പോ പറഞ്ഞു, ഞാൻ എന്നാല് ആയിഷനെ കൂട്ടാം. ആയിഷ വേണ്ട, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ഞാനില്ല. മൂന്നാമതും അയാൾ വന്നു, നിങ്ങൾക്ക് വന്നൂടെ, നിങ്ങൾ വരി എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആയിഷനെ കൂട്ടിക്കോട്ടെ. ആ സമയത്ത് അദ്ദേഹം മൂന്നാമത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്ത് എന്നാ പിന്നെ കൂട്ടിക്കോളി. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൽക്കാരത്തിന് പോയത്. നമ്മളൊക്കെ പലപ്പോഴും ഇതൊരു സൽക്കാരത്തിന്റെ കഥയാണ്. പലപ്പോഴും നമ്മൾ പല നന്മകളുടെ കാര്യത്തിലും പല നമുക്ക് മഹിമ കിട്ടുന്ന ആദരവ് കിട്ടുന്ന സമയത്തും നമ്മളെ കുടുംബത്തിലെ വേറെ ആർക്കും അത് കിട്ടരുതെന്ന് ചിന്തിച്ചു പോകാറില്ലേ നമ്മൾ? പ്രിയപ്പെട്ടവരെ, അതെനിക്ക് മാത്രമായിക്കോട്ടെ, അതെന്റെ മക്കൾക്ക് മാത്രമാവട്ടെ, ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ മക്കൾക്ക് കിട്ടിയത് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരിയുടെ മക്കൾക്ക്, സഹോദരന്റെ മക്കൾക്ക്, നമ്മളുടെ കുടുംബത്തിൽ അത് ദീനായാലും ശരി, ഏതൊരു ഫളലായി നമ്മൾ ദുനിയാവിൽ ആഘോഷിക്കുന്ന ആസ്വദിക്കുന്ന ഏതൊരു നിയമത്തും തന്റെ ആളുകൾക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കാൻ ആ വിശാല മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്നും മുകളിലായിരിക്കും. ഒരു സംശയവും വേണ്ട, മുകളിലായിരിക്കും. നമ്മൾ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാതെ എന്നും നമ്മൾ സെലക്ട് ചെയ്യപ്പെടുക, ആ മറ്റവരൊക്കെ കാണികൾ എന്നും എവിടെ ഗാലറിയിൽ. നമ്മൾ എന്നും ഇത് നമ്മളെ നോക്കാൻ ഒരു കുടുംബം, നമ്മളെ ആസ്വദിക്കാനും അളവെടുക്കാനും നമ്മളെപ്പറ്റി പറയാനും പ്രസിദ്ധീകരിക്കാനും പ്രസിദ്ധപ്പെടുത്താനും ഒരു കുടുംബം ആവരുത് പ്രിയപ്പെട്ടവരെ. അവർ ഉയർന്നു വരട്ടെ, നമ്മളെക്കാളും വലിയവരാവട്ടെ. അവർ നമ്മളെ സഹായിച്ച, നമ്മളെ വാപ്പനെ സഹായിച്ച ദരിദ്ര കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന യുവാക്കളായി വിദൂര വിദ്യാഭ്യാസത്തിന് പോകുന്ന മക്കള് വലുതായി അവനൊരു എഞ്ചിനീയർ ആവട്ടെ, അവനൊരു ഡോക്ടർ ആവട്ടെ, ആ കുടുംബം ഇനിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കാൻ നമ്മളെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മനസ്സ്, അതാണ് ഏറ്റവും നല്ല മനുഷ്യൻ, അതാണ് ഏറ്റവും നല്ല മനുഷ്യത്വം എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഏതൊരു സാഹചര്യത്തിലും അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, അതേപോലെ തന്നെ ആർത്തിയില്ലാത്ത ഒരു സമൂഹമായി നമുക്ക് ജീവിക്കണമെങ്കിൽ അവനവൻ തീരുമാനിക്കണം. അവനവനാണ് കുടുംബത്തിൽ അത് ഉണ്ടാക്കേണ്ടത്. ഏതൊരു വസ്തു നമുക്ക് കിട്ടിയാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴും നിന്റെ കൂട്ടുകാരികൾക്ക് അതുണ്ടോ എന്ന് അന്വേഷിക്കാൻ. അല്ലേ? 4 കളർ പെൻസില് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ അട്ടി വെച്ച് കൊടുക്കുന്നവനല്ലടോ നല്ല രക്ഷിതാവ്. മറിച്ച് 4 പെൻസിലുകൾ കൊടുത്തിട്ട്, മോളെ നിന്റെ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾ ഇത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടികൾ ആവശ്യക്കാരായിട്ടുണ്ടെങ്കിൽ മോളിത് കൊടുത്തേക്ക്, നമുക്ക് ഇനിയും വാങ്ങാലോ എന്ന് പറഞ്ഞ് കൊടുക്കാത്ത പിശുക്കത്തിയായി ജീവിക്കാൻ തുടങ്ങുന്ന മകൾക്ക് അവിടെ വെച്ചൊരു നോട്ട് കൊടുക്കാൻ വലുതെങ്ങനെ? ആ സ്വഭാവം പാടില്ല. നമ്മൾ കൊടുക്കണമെന്ന് പഠിപ്പിക്കാൻ, ഭാര്യക്കും മക്കൾക്കും അങ്ങനെയുള്ള താക്കീതുകൾ നൽകാനുള്ള ഏറ്റവും നല്ല വിശ്വാസിയായ ഒരു പുരുഷനാകാൻ ഭർത്താക്കന്മാരെ നമുക്ക് സാധിക്കണം. എങ്കിലാണ് അള്ളാഹുവിന്റെ ഫളലുകൾ വർദ്ധിക്കുകയുള്ളൂ. ലഅസീദന്നകും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു തരും. ഏതൊരു പദവിയിലാണോ നിങ്ങൾ ആൾക്കാർക്കിടയിൽ പ്രസിദ്ധരായി നിൽക്കുന്നത്, സമ്പത്തിന്റെ പേരിലാണ്
പേരിലാണെങ്കിൽ, കുടുംബ മഹിമയുടെ പേരിലാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ നല്ല കുടുംബം, ഭയങ്കര മഹിമയുള്ള കുടുംബം, എതിരാളിയായ ഒരു ദുർബല കുടുംബത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നാൽ ഇല്ല, ആ ഫാമിലിയിലേക്ക് നമുക്ക് ശരിയാവില്ല എന്ന് പറയുന്നിടത്ത് അവന്റെ ദീന് പരിഗണിക്കാതെയാണ് നീ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, നിന്റെ കുടുംബത്തിലെ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ പൊളിയും സമീപകാലത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദീനിന് പ്രാമുഖ്യം നൽകുക, ഒരഹന്തയും നമുക്കുണ്ടാവരുത്. അല്ലേ, നമുക്ക് അങ്ങനെ ആർക്കും അത് വക വെച്ചു കൊടുക്കാനും പാടില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകുന്ന, നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുക നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാണ്. സൊഫിലൊക്കെ നിൽക്കുന്ന സമയത്തുണ്ട് ചില നേരം വൈകി വരുന്ന വലിയ ഹാജിയര് ബേക്കുന്ന നേരം വൈകി വന്നാൽ ചില സാധുക്കൾ എന്ത് ചെയ്യും, മാറിക്കൊടുക്കും സൊഫിന്ന്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തിന് ആചാര്യ മുന്നിൽ ഞാൻ ബേക്കുന്ന നിസ്കരിച്ചോളാം, എന്തിന് കൊടുക്കരുതൊരിക്കലും. അനറബിയേക്കാൾ വ്യത്യാസമില്ലാതെ, കറുത്തവർക്കും വെളുത്തവർക്കും വ്യത്യാസമില്ലാതെ ചുവന്ന സൽമാനെ കറുത്ത ബിലാലിന്റെ കൂടെ സുഫിൽ നിർത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഈക്വാലിറ്റി പ്രിയപ്പെട്ടവരെ നമുക്ക് വേണം. ഒരാൾക്കും ഇബാദത്തിന്റെ കാര്യത്തിൽ, അതേപോലെ പുണ്യങ്ങളുടെ കാര്യത്തിൽ ഒരാൾക്കും നമ്മൾ വകവെച്ചു കൊടുക്കണ്ട. നമ്മൾ മുന്നിലെ സഫിലുണ്ടോ നമുക്ക് കിട്ടിയത്. അള്ളാന്റെ റസൂൽ എന്താ പറയുന്നത്, ബാങ്കിന്റെ പ്രതിഫലവും മുമ്പിലത്തെ സഫിന്റെ പ്രതിഫലവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കുമതിന് നിങ്ങൾ നറുക്കിടുക വരെ ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊക്കെയോ ബാങ്കിന്റെ സമയമായാലും മുങ്ങിക്കളയും, ബാങ്ക് കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താ, നമ്മുടെ ശബ്ദം പുറലോകം കേൾക്കുകയാണല്ലോ, ബേജാറാണ്. ആരെങ്കിലും നമ്മളെ തൊടുവെന്ന് പേടിച്ചിട്ട് മുന്നിൽ നിൽക്കൂല, ഇമാമ് നിൽക്കൂല, ഇടതുഭാഗത്ത് സ്ഥലമില്ലാത്ത ചുമരിനോട് ചേർന്നിട്ട് ഒറ്റക്കങ്ങ് നിസ്കരിക്കും. എന്തുകൊണ്ടാ, ഫാത്തി ഓതേണ്ടി വരൂലേ, ഫാത്തിനെ എങ്ങനെയെങ്കിലും ഓതിയാലും സൂറത്ത് ഓതേണ്ടി വരില്ലേ, ബേജാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിന്റെ എല്ലാം പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഈ മുന്നിലത്തെ സുഫിൽ ഇപ്പോഴും വിള്ളൽ കിടക്കുകയാണ്. പ്രതിഫലം അറിയാത്തോണ്ടാണ് വിള്ളൽ കിടക്കുകയാണ്, പ്രതിഫലം അറിയാത്തത് കൊണ്ടാണ് പിന്നിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നറിയോ, നന്മയുടെ കാര്യത്തിൽ പിന്നിലത്തെ വശം തെരഞ്ഞെടുക്കുന്നവൻ നാളെ പരലോകത്തും പിന്നിൽ നിന്നാണ് കയറി വരിക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ മുന്നിൽ നിൽക്കുക. നമ്മൾ ആളുകൾ വിചാരിക്കും നമ്മളൊക്കെ മുന്നത്തെ സൊഫിൽ എന്തിനു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതാണ് ആ സൊഫ്, നമുക്കുള്ളതാണ് ആ തൗഫീക്ക്. ഇനി ഞാൻ തുറന്നു പറയാണ്, ജീവിതത്തിൽ ഇന്ന് വരെ മുന്നിലത്തെ സൊഫിൽ നിസ്കരിക്കാത്ത ആളുകൾ വരെ ഉണ്ടാവും. ചിലപ്പോൾ ഈ കുത്തുബേക്കുന്നവരിൽ ഇന്ന് വരെ മുന്നിൽ എത്തിയിട്ടുണ്ടാവില്ല അയാൾ. നേരം വയ്യ കാരണത്താലും വന്നാൽ തന്നെ മറ്റോരൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിക്കും. നമ്മൾ ബേക്കിന്ന് ഇങ്ങനെ വലിഞ്ഞു കയറിയിട്ട് അല്ലെ, വമിനന്നാസി മയ്യഅബ്ദുല്ലാഹ അലാ ഹർഫ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാനെ ഒരു ഓരത്ത് പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് മനുഷ്യന്റെ കൂട്ടത്തിൽ. ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി, അവർക്ക് വല്ല ഖൈറും വന്നാൽ അവരത് അല്ലാഹുവിൽ നിന്നാന്ന് പറയും. വഇൻ അസ്വാബഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, അവർക്ക് വല്ല ഫിത്നത്തും വന്നാൽ, പരീക്ഷണം വന്നാൽ അവർ പറയും അല്ലാഹ് എന്നെ കൈവിട്ടു എന്ന് പറയും. ഖസറ ദുനിയ വൽ ആഖിറ, അവർക്ക് ദുനിയാവും നഷ്ടമാണ് ആഖിറവും നഷ്ടമാണെന്നാണ്. രണ്ടും ഇല്ലാത്തവരാവും നമ്മൾ. അതുകൊണ്ട് പ്രതിഫലത്തിന് മുന്നോട്ട് വരിക, അഹങ്കാരവും അസൂയയും ആർത്തിയുമില്ലാത്ത നല്ല മനുഷ്യനാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم ايها الناس اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ തിന്മകളുടെ 3 അടിസ്ഥാന കാരണക്കാരായ ഈ 3 തിന്മകളും നമുക്കും നമ്മുടെ ഭാര്യക്കും കുടുംബത്തിനും മക്കൾക്കും ഇല്ല, ഇനി ഉണ്ടാവരുത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അബസയിൽ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ എന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ആ ഒരു രൂപം ഇങ്ങനെ പറയുന്നുണ്ട്. ഏതൊരു വസ്തുവിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യ സഹോദര. അഹങ്കാരിയായി കിബറോടെ ഗർവോടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും മയച്ചമെന്ന് നമുക്ക് തോന്നിയ അല്ലേ, ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത്. പണ്ട് അഹങ്കാരിയായ ഒരു രാജാവ് ഞാൻ ആരാന്നറിയോന്ന് ചോദിച്ചപ്പം ഏറ്റവും യുക്തിമാനായ, ഏറ്റവും നല്ല യുക്തിബോധത്തോടെ വിവേകത്തോടെ സംസാരിച്ച ഒരാൾ മറുപടി പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? അറിയാം, മാതാവിന്റെ എന്താ പറയാ ഉദരത്തിൽ നിന്ന് ഇറങ്ങി വന്ന പിതാവിന്റെ ബീജത്തിൽ നിന്നുണ്ടായ രണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ജീവി, അള്ളാഹു സൃഷ്ടിച്ച ഒരു ജീവി, അത് മനുഷ്യൻ എന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്തു, മറ്റ് ജീവികളിൽ നിന്ന് നമ്മൾ ആദരിക്കപ്പെട്ടു
അഹങ്കരിക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ അല്ലേ, രണ്ട് വിസർജാവയവങ്ങളിലൂടെയുള്ള സഞ്ചാരം ആലോചിച്ചോക്ക്. ആർക്കാണോ അഹങ്കരിക്കാൻ സാധിക്കുക? അവൻ വന്ന വഴിയും അവൻ കിടന്ന നിലവും അവൻ ഒഴിച്ചിരിക്കുന്ന മൂത്രവും കാഷ്ടവും ഒക്കെ ആലോചിക്കുമ്പോൾ, അവൻ കയറി വന്ന കിടന്നിരുന്ന സ്ഥലം ആലോചിക്കുമ്പോൾ, ഇനിയോ അതിനേക്കാളും ഭയാനകമാണ് അവൻ തിരിച്ചു പോകുമ്പോൾ അവൻ കൊണ്ടുപോകുന്നത് ആലോചിച്ചാൽ, അവൻ തിരിച്ചുപോയിട്ട് അവൻ കിടക്കുന്ന വിരിപ്പേതാണെന്ന് ആലോചിച്ചാൽ, അവൻ തിരിച്ചുപോയി കിടന്നുറങ്ങുന്ന അവന്റെ മരണശേഷം അവൻ കിടക്കുന്ന ഖബറിലെ സൗകര്യങ്ങൾ, ആ നാടും ആ കാടും ആ കുന്നും ആലോചിക്കുമ്പോൾ മനുഷ്യ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആലോചിച്ചു നോക്ക്, അത്രയും നിസ്സാരനായ ഒരു മനുഷ്യൻ അവൻ അക്രമക്കുമെന്നല്ല പറഞ്ഞത്. അവൻ ആദരിക്കപ്പെടുക അവന്റെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. രാജാവായ മനുഷ്യന് വലിയ മാർബിളിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ മാർബിൾ പതിച്ച ഖബറിൽ ആരും കടത്താറില്ല അല്ലേ. പാവപ്പെട്ട മനുഷ്യനെ വീട്ടിന്റെ അടുക്കള മുറ്റത്തുള്ള ഏതെങ്കിലും ചളിക്കുഴിയിൽ ആരും കുഴിച്ചിടാറില്ല. എല്ലാരെയും ഒരുപോലെ ആലോചിച്ചു, എല്ലാരെയും ഒരുപോലെ ഒരേ മയ്യത്ത് കട്ടിലിൽ കിടത്തിക്കൊണ്ടുപോയി ഒരേ തുണിയിൽ പൊതിഞ്ഞ് ഒരുപോലെ നിരത്തി കിടത്തുകയാണ് നമ്മുടെ നാട്ടിൽ. ആലോചിച്ചു നോക്ക്, അന്നായിരിക്കും ഈ അഹങ്കാരിയായ മനുഷ്യൻ ദുർബലനായ ഒരു മനുഷ്യന്റെ കൂടെ കിടന്നതുപോലും, അവന്റെ അടുത്തിരുന്നത് പോലും, അവന്റെ അടുത്ത് അവന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വേണ്ടി വിശ്രമിച്ചുകൊണ്ട് സമയം ചെലവഴിച്ചതുപോലും ഇവൻ മൈൻഡ് ചെയ്യാതെ ഇവൻ ഇകഴ്ത്തിയ ഈ ദുർബലനായ പാവപ്പെട്ടവന്റെ ആ മയ്യത്തിന്റെ അടുക്കലേക്ക് ഇയാളെ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ടാവുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും മരണസമയത്ത് ഏറ്റവും നല്ല ഈമാനുള്ള ഈ പറഞ്ഞ ദുസ്വഭാവങ്ങളൊക്കെ ഇല്ലാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, രോഗാതുരമായ അവസ്ഥയിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്നവർ, മരിച്ചാൽ മതിയായിരുന്നു. ഇന്നലെ ഒരു സ്ത്രീയെ, ഒരു ഹൈന്ദവ സ്ത്രീയാണ്, അവരെടുത്തുപോയൊരു അമ്മമ്മയാണ് ഞങ്ങളെ അടുത്തുപോയിരുന്നപ്പം പറയാണ്, എന്താണ് വിളിക്കാത്തത് ബിലാൽക്ക, ഞെന്നൊന്ന് വിളിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. വിളിക്കാൻ കാത്തു കിടക്കുന്നവർ, മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നവർ, അവരെ ശുശ്രൂഷിക്കുന്ന ആളുകളുടെ ആ വെമ്പൽ കൊള്ളുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്നവർ, എത്ര ആളുകളാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ആ പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഉമ്മാക്കും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ വാപ്പക്കും നീ എല്ലാം പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണമേ നാഥാ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ പുന്നാര മക്കളും സഹോദരങ്ങൾ, ഇക്കാക്കമാർ, അനുജത്തിമാർ, എല്ലാ ആളുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. നിന്റെ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.